ശരീരത്തിലെ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ സയന്റിസ്റ്റ് തിയോഡർ ഷ്വാൻ. നേരിട്ടുള്ള സൂര്യപ്രകാശമേറ്റാൽ നശിക്കുന്ന പാലിലെ വൈറ്റമിൻ റൈബോഫ്ലേവിൻ. റൈബോഫ്ലേവിൻ എന്നത് വെള്ളത്തിൽ ലയിക്കുന്ന ഒരു പ്രധാന ജീവകമാണ്. ഇത് ശരീരത്തിലെ ഊർജ്ജ ഉൽപ്പാദനത്തിനും കോശങ്ങളുടെ വളർച്ചയ്ക്കും ആരോഗ്യകരമായ ചർമ്മം, തലച്ചോറ്, ദഹനനാളം എന്നിവ നിലനിർത്താനും അത്യന്താപേക്ഷിതമാണ്. പാൽ, മുട്ട, ഇലക്കറികൾ, മാംസം എന്നിവയിൽ ഇത് ധാരാളമായി അടങ്ങിയിരിക്കുന്നു. രക്തകോശങ്ങൾ ഏതൊക്കെയാണ്? ചുവന്ന രക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റ്സ്. ചുവന്ന രക്താണുക്കൾ അഥവാ എറിത്രോസൈറ്റ്സ് രക്തത്തിലെ പ്രധാന കോശങ്ങളാണ്. ചുവന്ന രക്താണുക്കൾ അസ്ഥിമജ്ജയിലാണ് രൂപപ്പെടുന്നത്. ആരോഗ്യവാനായ ഒരു മനുഷ്യനിൽ ചുവന്ന രക്താണുക്കളുടെ ആയുസ്സ് ശരാശരി 100 മുതൽ 120 ദിവസം വരെയാണ്. ഇതിൽ ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് രക്തത്തിന് ചുവപ്പ് നിറം ലഭിക്കുന്നത്. സാധാരണ മനുഷ്യന്റെ ചുവന്ന രക്താണുക്കൾക്ക് 6.2 മുതൽ 8.2 മൈക്രോമീറ്റർ വരെ വ്യാസമുണ്ട്. ശ്വേതരക്താണുക്കൾ അഥവാ ല്യൂക്കോസൈറ്റുകൾ ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥയിലെ പ്രധാന കോശങ്ങളാണ്. ഇവ അണുബാധകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നു. ശരീരത്തിലെത്തുന്ന ബാക്ടീരിയ, വൈറസ്, മറ്റ് അന്യവസ്തുക്കൾ എന്നിവയെ നശിപ്പിക്കുന്നു. രക്തസ്രാവം തടയുന്നതിനായി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ചെറിയ കോശങ്ങളാണ് പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ത്രോംബോസൈറ്റ്സ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലം. ഹൃദയസ്പന്ദനം, ശ്വസനം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം മെഡുല ഒബ്ലോംഗേറ്റ. തലച്ചോറിന്റെ പിൻഭാഗത്ത് മസ്തിഷ്ക സ്തംഭത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന പ്രധാന ഭാഗമാണ് അനുമസ്തിഷ്കം അഥവാ സെറിബെല്ലം. സെറിബ്രത്തിന് താഴെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലോംഗേറ്റയാണ്. തലച്ചോറിനെ സുഷുമ്നയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണിത്. തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലം മെനിഞ്ചസ്. മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന ദ്രവം സെറിബ്രോസ്പൈനൽ ദ്രവം. മസ്തിഷ്കത്തിന്റെ ഭാരം 1400 ഗ്രാം. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകം കപാലം. സെറിബ്രത്തിന്റെ തൊട്ടു താഴെയായി കാണുന്ന തലച്ചോറിലെ ഭാഗം താലമസ്. തലയോട്ടിയെക്കുറിച്ചുള്ള പഠനം ക്രേനിയോളജി. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം ഫ്രെനോളജി. തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലം മെനിഞ്ചസ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഹൈപ്പോതാലമസ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലം. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം സെറിബ്രം. മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ധമനികളിൽ രക്തം കട്ടപിടിക്കുന്ന രോഗാവസ്ഥ സെറിബ്രൽ ത്രോംബോസിസ്. ന്യൂറോണുകളുടെ നാശം സംഭവിക്കുന്ന മൂലം പേശീപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥ പാർക്കിൻസൺസ്. മസ്തിഷ്കത്തിലെ സ്ഥിരപാലയായ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധ മെനിഞ്ചൈറ്റിസ്. ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്ന ഹോർമോണുകൾ വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ. പ്രസവ പ്രക്രിയയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ. മനുഷ്യഹൃദയത്തിന്റെ അറകളുടെ എണ്ണം 4. സുഷുമ്നയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം മെഡുല ഒബ്ലോംഗേറ്റ. അർബുദം ബാധിക്കാത്ത അവയവം ഹൃദയം. പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. സുഷുമ്നയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം മെഡുല ഒബ്ലോംഗേറ്റ. ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് പേസ് മേക്കർ. ആദ്യത്തെ കൃത്രിമ ഹൃദയം ജാർവിക് 7. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ന്യൂറോൺ. ന്യൂറോണിന്റെ നീണ്ട തന്തു ആക്സോൺ. ആക്സോണിന്റെ ആവരണം മെയ്ലിൻ ഉറ. മനുഷ്യഹൃദയത്തിന്റെ ഏകദേശ ഭാരം 300 ഗ്രാം. ഹൃദയത്തെ പൊതിഞ്ഞുള്ള ഇരട്ടസ്തരം പെരികാർഡിയം. പെൻസിലിൻ കണ്ടുപിടിച്ചതാര്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ തൈമോസിൻ. മനുഷ്യശരീരത്തിൽ ജലത്തിന്റെ അളവ് എത്ര ശതമാനമാണ്? 65. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഡം.
ഭയപ്പെടുമ്പോൾ മനുഷ്യശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ. അഡ്രിനാലിൻ. ശരീരത്തിന്റെ അടിസ്ഥാന ഘടകം. കോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏത് ഗ്രന്ഥിയാണ് ആദമിന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത്? തൈറോയിഡ് ഗ്രന്ഥി. പിസികൾച്ചർ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യകൃഷി. രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി. പാൻക്രിയാസ്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. ത്വക്ക്. മയോപിയ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? കണ്ണ്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ 206. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി. കണ്ണിലെ പേശി. ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിന്റെ അളവ്. 300. വർണ്ണാന്ധതയുള്ള ആളിന് തിരിച്ചറിയാൻ പറ്റാത്ത നിറങ്ങൾ. പച്ച, ചുവപ്പ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം. തലാമസ്. ചെരുപ്പിന്റെ ആകൃതിയുള്ള ഏകകോശ ജീവി. പാരമീസിയം. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം. പത്തോളജി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. സ്റ്റേപ്സ്. മധ്യകർണത്തിൽ കാണപ്പെടുന്ന ഈ അസ്ഥി ശബ്ദതരംഗങ്ങളെ ആന്തരിക ചെവിയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. മല്ലിയസ്, ഇംഗസ് എന്നിവയ്ക്കൊപ്പം ഓഡിറ്ററി ഓസിക്കിളുകളുടെ ഭാഗമാണിത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. ഫെമർ.